ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നബിദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നബിദിനവും ഓണവും എല്ലാം ഒരേ ദിവസമാണല്ലോ ഈ വർഷം വന്നിരിക്കുന്നത്. ആഘോഷങ്ങളെല്ലാം സന്തോഷപൂർവ്വം കൊണ്ടാടാൻ കൂട്ടുകാരെല്ലാവരും തയ്യാറല്ലേ? നബിദിനത്തിന് മദ്രസകളിൽ ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട്, പ്രസംഗ മത്സരം തുടങ്ങിയ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. കൂട്ടുകാരെല്ലാവരും അതിൽ പങ്കുചേർന്ന് കാണുമല്ലോ അല്ലേ? അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് നാം നബിദിനമായി ആഘോഷിക്കുന്നത്. അത് ഇസ്ലാം ലോകത്തിൻ്റെ പ്രകാശ ദിനമാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഐക്യത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. സത്യത്തിൻ്റെയും ദയയുടെയും വഴികാട്ടിയായിരുന്നു മുഹമ്മദ് നബി. ഹിജറ 570 ആണ്ട് റബിയുൽ അവൽ 12-നാണ് മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചത്. അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായിട്ടാണ് അദ്ദേഹം ജന്മം കൊണ്ടത്. മക്കയിലെ പ്രശസ്തമായ ഖുറൈശി ഗോത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പ്രവാചകന്റെ ജനനം ലോകത്തിന് പ്രകാശത്തിന്റെയും ദയയുടെയും തുടക്കമായിരുന്നു. സത്യസന്ധതയുടെയും നീതിബോധത്തിന്റെയും പര്യായമായ അദ്ദേഹത്തെ ജനങ്ങൾ അല്ലമീൻ എന്ന് വിളിച്ചു. അന്നത്തെ ജനത ദുഷ്ടപ്രവൃത്തികളിൽ മുഴുകിയിരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഹിറാ ഗുഹയിൽ പോയി അദ്ദേഹം ഏകദൈവ ആരാധനയിൽ മുഴുകുകയും 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രവാചകനായി മാറുകയും ചെയ്തു. തൻ്റെ 64-ാമത്തെ വയസ്സിൽ ഭാര്യയായ ആയിഷയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തിരുശരീരം അടക്കം ചെയ്തിരിക്കുന്ന പള്ളി മസ്ജിദുൽ നബവി എന്നറിയപ്പെടുന്നു. ലോകത്തിന് മുഴുവൻ നന്മ പ്രദാനം ചെയ്ത തിരുനബിയുടെ വചനങ്ങൾ നമുക്ക് കേൾക്കാം. കൊടുത്തോളൂ, കുറയില്ല, ധർമ്മം കൊണ്ട് സമ്പത്തൊരിക്കലും ചുരുങ്ങുകയില്ല. 5 എണ്ണത്തിന് മുമ്പ് 5 എണ്ണം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മരണത്തിന് മുമ്പ് ജീവിതം, രോഗത്തിന് മുമ്പ് ആരോഗ്യം, ജോലി തിരക്കുകൾക്ക് മുമ്പ് ഒഴിവു സമയം, ദാരിദ്ര്യത്തിന് മുമ്പ് സമ്പന്നത, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം. ഓരോ തൊഴിലാളിയുടെയും വേതനം അവൻ്റെ വിയർപ്പ് ഉണങ്ങും മുമ്പ് കൊടുക്കണം. പാവപ്പെട്ടവർക്ക് തണലാകുക. നിർധനരായ മനുഷ്യരെ സഹായിക്കുക. രോഗികളെ സന്ദർശിക്കുക. ഭക്ഷണം, വെള്ളം തുടങ്ങിയവ ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. ദാനധർമ്മങ്ങൾ ശീലമാക്കുക. എല്ലാ ദിവസവും സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒഴിവാക്കാതിരിക്കുക. ഇതൊക്കെ പാലിച്ചാൽ നാം നല്ലൊരു മനുഷ്യനായി മാറും. എല്ലാ കൂട്ടുകാർക്കും നബിദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.